ഓർക്കണം, മറിയത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ക്ഷീണം തോന്നാം, പലർക്കും ഉറക്കം വരാം, കോട്ടുവായിടാം. കാരണം ഉൽപ്പത്തി 3:15 പറയുന്നുണ്ട്, ദൈവം സാത്താനോട് പറയുക, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സാത്താനോട് പറയുക, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന്. എന്ന് പറഞ്ഞാല് പ്രിയമുള്ളവരെ, മറിയത്തോട് ഇന്നും സാത്താന് ശത്രുതയാ. കാരണം മറിയത്തിന്റെ അടുത്ത് ഏതെങ്കിലും കുഞ്ഞെത്തിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യം ആ കുഞ്ഞിലേക്ക് ധാരാളമായി കരകവിഞ്ഞൊഴുകി ആ കുഞ്ഞിനെ മറിയം നേടി യേശുവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് അവൻ ചെയ്തതെന്നറിയാമോ? ഇന്ന് കുടുംബങ്ങളിൽ നിന്നും ജപമാല പ്രാർത്ഥന ക്രമേണ പടിയിറക്കി കളഞ്ഞു. ലോകത്തിന്റെ സ്വാധീനങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളുടെ മുറി നിറഞ്ഞു. റിയാലിറ്റി ഷോയും മറ്റ് ലോക സംഗീതങ്ങളും നിറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റിവെച്ചു. ബോധപൂർവം നമ്മൾ പടിയിറങ്ങിപ്പോയി. പ്രാർത്ഥനയിൽ നിന്നും അന്ധകാരം കുടുംബത്തെ ഭരിച്ചപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ബാലൻസ് തെറ്റിപ്പോയി. ആകെ ദൈവം ആശ്വാസമായി നൽകുന്ന ഒരു ഷാലോം ചാനല്, ദൈവത്തിന്റെ കരുണയുടെ നിറവാർന്ന ആ ചാനല്, അതുള്ളത് കൊണ്ട് ഇന്ന് ആ വചനത്തിന്റെ നിർദ്ധരിയുള്ളത് കൊണ്ട് ഇന്ന് അല്പമെങ്കിലും ഉണർവോടെ നിൽക്കുന്നു. അതുമില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു പിടിക്കണം പ്രിയമുള്ളവരെ, ജപമാല ഭക്തി തിരിച്ചു പിടിക്കണം. കരുണയുടെ ജപമാലയും പരിശുദ്ധ അമ്മയുടെ ജപമാലയും നമ്മുടെ അധരങ്ങൾക്കും ഹൃദയങ്ങൾക്കും അലങ്കാരമായി ഉണരണം, അലങ്കാരമായി ഉണരണം. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഭക്തിയോടെ ശ്രദ്ധയോടെ ജപമാല പ്രാർത്ഥന അർപ്പിക്കണം. 1917